കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബി.ജെ.പി. സർക്കാരും ചേർന്നുകൊണ്ട് കാലാകാലങ്ങളായി ഇവിടെ വോട്ട് മോഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നും വലിയ രീതിയിലുള്ള വോട്ട് ക്രമക്കേടുകൾ നടന്നുവെന്നും തെളിവുകൾ ഉൾപ്പെടെ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച ആരോപണങ്ങൾക്ക് ദിവസങ്ങൾക്ക് ശേഷം മറുപടി പറയാൻ തയ്യാറാണ് എന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നു. നാളെ 3 മണിക്ക് വൈകിട്ട് വാർത്താസമ്മേളനം വിളിച്ചു ചേർത്തിരിക്കുകയാണ്. ഫൈസൽ അസീസ് വിവരങ്ങളുമായിട്ട് ചേരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രധാനമായിട്ടും എന്തൊക്കെ കാര്യങ്ങളാണ് സൂചിപ്പിച്ചിരിക്കുന്നത്? നാളത്തെ വാർത്താസമ്മേളനം ആ ഒരു ഒറ്റ വരിയിലുള്ള ഒരു അറിയിപ്പ് മാത്രമാണോ വന്നിരിക്കുന്നത്? തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം നാളെ വൈകുന്നേരം ഉച്ചതിരിഞ്ഞ് 3 മണിയോടെ ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതായത് ഈ രാഹുൽ ഗാന്ധി നടത്തിയ ഇത്തരത്തിലുള്ള ഒരു വാർത്താ സമ്മേളനം അദ്ദേഹം പറഞ്ഞത് ബംഗളൂരുവിലെ മഹാദേവപുരയിലും അതുപോലെ ബീഹാറിലും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ വോട്ട് ചോരി അതായത് വോട്ട് മോഷണം നടന്നു എന്നൊക്കെയാണ് രാഹുൽ ഗാന്ധി ഈ വാർത്താ സമ്മേളനത്തിലൂടെ ആരോപണം ഉന്നയിച്ചത്. ശക്തമായ തെളിവുകൾ നിരത്തിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വീഴ്ചകളുമൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് രാഹുൽ ഗാന്ധി അത്തരത്തിലുള്ള ഒരു വാർത്താ സമ്മേളനം നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറയാൻ തങ്ങൾ തയ്യാറാണ്, രാഹുൽ ഗാന്ധിക്ക് മറുപടി നൽകാൻ തങ്ങൾ തയ്യാറാണ് എന്നുള്ളൊരു ഉറച്ച ഒരു നിലപാടുമായി രംഗത്തെത്തുന്നത്. നാളെ 3 മണിക്കാണ് വാർത്താ സമ്മേളനം. ഇത്തരത്തിൽ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വിശദമായ ഒരു മറുപടി നൽകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും രാജ്യം ഉറ്റുനോക്കുന്നത് ആ ഒരു വാർത്താ സമ്മേളനത്തിൽ തന്നെയാണെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം അത്തരത്തിൽ ശക്തമായ ഒരു ആരോപണമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ചത്. ഡിജിറ്റൽ തെളിവുകൾ ആവശ്യപ്പെട്ടപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഇത്തരത്തിൽ ഡിജിറ്റൽ തെളിവുകൾ ആവശ്യപ്പെട്ടപ്പോൾ 7 പൊക്കത്തിലുള്ള എഴുതി ചേർത്ത രേഖകളാണ് രാഹുൽ ഗാന്ധിക്ക് നൽകിയത്. അത് 6 മാസം കൊണ്ട് താനും തൻ്റെ ടീമും 6 മാസം ഉപയോഗിച്ചാണ് അത്തരത്തിൽ 6 മാസം ഇരുന്നാണ് വോട്ടർ പട്ടികയിൽ ഓരോ ക്രമക്കേടും കണ്ടെത്തി ഇത് വാർത്താ സമ്മേളനത്തിലൂടെ രാഹുൽ ഗാന്ധി കൃത്യമായി വിവരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. എന്നാൽ ഈ ഒരു വിഷയത്തിൽ ഇലക്ഷൻ കമ്മീഷൻ തെളിവുകൾ വേണം എന്ന് തന്നെയാണ് പറഞ്ഞത്. പിന്നീട് അത് വലിയ രീതിയിലുള്ള വാഗ്വാദങ്ങളിലേക്കും പ്രതിഷേധങ്ങളിലേക്കും എത്തിച്ചു. ബംഗളൂരുവിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു വോട്ട് ചോർച്ച ആരോപണവുമായി ബന്ധപ്പെട്ട് ബംഗളൂരുവിൽ കോൺഗ്രസിന്റെ വലിയൊരു പൊതുസമ്മേളനം തന്നെ നടന്നു. രാഹുൽ ഗാന്ധി തന്നെയായിരുന്നു അതിന്റെ ഉദ്ഘാടകനായി ഉണ്ടായിരുന്നത്. ബംഗളൂരുവിൽ മാത്രം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മഹാദേവപുരയിലെ ഒരു വീട്ടിൽ മാത്രം 80ഓളം വോട്ടുകൾ ഉണ്ടെന്നാണ് ആ ഒരു കണക്കിൽ വ്യക്തമാക്കുന്നത്. ആ ഒരു കെട്ടിടത്തിൽ മാത്രം 80ഓളം വോട്ടർമാരുണ്ട് എന്നാണ് രാഹുൽ ഗാന്ധി ആ വാർത്താ സമ്മേളനത്തിൽ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം ഉണ്ടായിരുന്നത്. ഈ ഒരു കാര്യങ്ങളൊക്കെയും നാളെ വിശദീകരണം ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നാളെ ഏതായാലും വൈകിട്ട് 3 മണിയോടെയാണ് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം വിളിച്ചുകൂട്ടിയിരിക്കുന്നത്. അതിൽ രാഹുൽ ഗാന്ധി പറഞ്ഞ ഓരോ ആരോപണങ്ങൾക്കും കൃത്യമായ മറുപടി നൽകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും നാളെ ആ വൈകുന്നേരത്തെ വാർത്താ സമ്മേളനം കാണാൻ അതിനൊന്ന് കേൾക്കാൻ കാത്തിരിക്കുകയാണ് ഈ രാജ്യത്തിലെ ഓരോ ജനങ്ങളും എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. മനീഷ്, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം നാളെ നടക്കാനിരിക്കെ രാഹുൽ ഗാന്ധിയുടെ ഇതിന് മുന്നോടിയായിട്ടുള്ള വാർത്താ സമ്മേളനത്തിൽ നിരത്തിയ വസ്തുതകൾ, ചോദ്യങ്ങൾ, ആരോപണങ്ങൾ എന്നിവയ്ക്ക് മറുപടി നൽകുന്നതിന് വേണ്ടി കൃത്യമായിട്ടും ഇത്ര ദിവസങ്ങൾ വേണ്ടി വന്നിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുടെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഒരുപക്ഷെ മറുപടികൾ തയ്യാറാക്കിയിട്ടുണ്ടായിരിക്കണം. ആ മറുപടികൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇനി നാളെ അറിയാനുള്ളത്. സ്വാഭാവികമായിട്ടും അതിനുശേഷവും കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ ലഭിക്കാത്ത വിഷയങ്ങളുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി അതുമായി ബന്ധപ്പെട്ട പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. വോട്ട് ചോരി ആരോപണത്തിൽ മറുപടി നൽകാൻ തയ്യാറാണ് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നു. നാളെ വൈകിട്ട് 3 മണിക്ക് വാർത്താസമ്മേളനം വിളിച്ച് മറുപടി പറയും എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. ഫൈസൽ അസീസാണ് വിവരങ്ങൾ നൽകിയത്.